പ്ലാറ്റ്ഫോമിൽ കുബേര IPS-ന്. എവിടെ വെച്ച് കാണാം? നാളെ വൈകിട്ട് എനിക്ക് പാലസിന്റെ അവിടെയാ ഡ്യൂട്ടി. ഒരു മലയാളി സിംഗറിന്റെ ഷോ. അവിടെ വരുമോ? കാണാം. Okay. Yeah, he's making fun of. Okay. കുബേര Kubera? You look so smart. Kubera. What's up, Mysore? Hey, Nira. Let's make some noise. Yeah, that's what I'm talking about. Let's get this party going there. Sing on. Come on. Is that a Pallavi in this crowd? That's me. Pallavi there, right? Yeah. Whoa, there she is. Alright, she's a big fan of mine and she's been bugging me for the past few days for an autograph and I think today is a lucky day. Bring it on. ഒരു 5 മിനിറ്റിൽ ഒന്ന് പിക്ക് ചെയ്യാം പോരെ? അതാ എത്തി. ഇന്നൊരു ഭയങ്കര സംഭവം ഉണ്ടായി. ഞാൻ എന്നാ സിദ്ധാർത്ഥ അയ്യരെ കണ്ടു. അതേന്ന് ഞാൻ അവന്റെ ഓട്ടോഗ്രാഫ് ചോദിക്കാന്നാ വിചാരിച്ചേ. പക്ഷെ അവൻ അതിൻ്റെ കൂടെ നമ്പർ എഴുതി തന്നിട്ടുണ്ട്. ഞാനൊരു 2-3 തവണ വിളിച്ചു നോക്കി, പക്ഷെ എടുത്തില്ല. എടി ആ പാലസിന്റെ കാര്യത്തിന് അത് തന്നെ
ഈ സിദ്ധാർത്ഥിന് റോയൽ ഫാമിലിയായിട്ട് എന്തോ വലിയ കണക്ഷനൊക്കെ ഉണ്ട്. അവൻ വിചാരിച്ച ഈ സൈഡ് നമുക്ക് ആ പാലസ് കയറി പറ്റാൻ പറ്റും. അതിനല്ലേ ഈ കഷ്ടപ്പാടൊക്കെ. അല്ലാതെ ഞാൻ അവന് വേണമെന്നല്ല. പിന്നെ അതെ, ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഓക്കെ, ബൈ. ഹലോ ഹലോ സിദ്ധാർത്ഥ്, ദിസ് ഇസ് പല്ലവി. ഇന്ന് ഷോക്ക് ഉണ്ടായിരുന്നേ? ഞാൻ പല്ലവി ദേവ. അത് ഓട്ടോഗ്രാഫിന്റെ കൂടെ ഫോൺ നമ്പർ കൂടി കണ്ടപ്പോൾ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി. ഞാൻ സിദ്ധാർത്ഥിനെ മുമ്പേ ഫോളോ ചെയ്യാറുണ്ട്. ഗ്രേറ്റ് ഫാൻ, യു നോ. നോ പ്രോബ്ലം. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ, ബൈ. നീ ഗുളിക വല്ലതും മാറി കഴിച്ചോ? പേടിച്ചിട്ട് ഓർക്കാൻ വരുന്നില്ല ദൈവമേ. അയ്യോ, പല്ലവി, let's go. എത്ര നേരായി ഇവിടെ ഫ്ലക്ച്വേഷൻ ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല. പക്ഷെ ഇതേതോ മൈസൂർ രാജാവിന്റെ സമ്മർ പാലസ് ആയിരുന്നില്ലേ? ഇനി എങ്ങാനും പുള്ളി ഈ വഴിക്ക് വന്നാലോ? ആ, ബെസ്റ്റ്. നീ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങാതെ നേരെ എൻ്റെ നാട്ടിലേക്ക് വാ. ഒന്നല്ല, ഒരു 5-6 പ്രേതങ്ങളുടെ പ്രോജക്റ്റെങ്കിലും ഞാൻ നിനക്ക് തരാം. എന്താ പോരെ? എടി, ഈ പല്ലവി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറൊരു ലെവലായിരിക്കും. നിനക്കൊക്കെ ചിലപ്പോൾ ഈ ലോക്കൽ പ്രേതങ്ങൾ മതിയായിരിക്കും. പക്ഷെ എനിക്ക് മിനിമം ഒരു ടിപ്പു സുൽത്താനെങ്കിലും വേണം. സായിപ്പമാരൊക്കെ ഞെട്ടും. സ്പെയിനിൽ നിന്ന് അവന്മാർ ഇങ്ങോട്ട് വന്ന് എനിക്ക് അഡ്മിഷൻ തരും. നീ നോക്കും. നടന്നു തന്നെ നടക്കും. ഞാൻ ഇന്നലെ പറഞ്ഞ പാലസ് ഇല്ലേ, അത് കിട്ടട്ടെ. അത് നീ കുറെ ട്രൈ ചെയ്തല്ലേ? എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? നിന്റെ ഒരു ഫോൺ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഇത് അവനാ സിദ്ധാർത്ഥ്. പാലസിന്റെ കാര്യം ഇന്ന് തന്നെ പറയാം. സിദ്ധാർത്ഥ്, സർപ്രൈസ് ആണല്ലോ. അതും ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇത് എവിടെയാണ് സിദ്ധാർത്ഥ്? ഭയങ്കര ബഹളാണല്ലോ അവിടെ. ഞാനിപ്പോ എയർപോർട്ടില് ഒരു മുംബൈ ട്രിപ്പ്. ഐ മീൻ, ഐ എം സോറി. ഞാൻ നാളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അതിന് നാളെ എന്താ സ്പെഷ്യൽ? സ്പെഷ്യലൊന്നുമില്ല. നാളെ എൻ്റെ ബർത്ത്ഡേയാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. ഇന്നല്ല, നാളെ. ഇൻ അഡ്വാൻസ്. താങ്ക്സ്. ഞാൻ സിദ്ധാർത്ഥിനോട് ഒരു കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. ഞാനന്ന് പറഞ്ഞില്ലേ, പാരാസൈക്കോളജിയിൽ PhD എടുക്കാൻ സ്പെയിനിൽ പോകാനിരിക്കുക ഞാൻ. അതിന് സബ്മിറ്റ് ചെയ്യാൻ ഒരു പ്രോജക്റ്റ് വേണം. മൈസൂരുള്ള പഴയ പാലസ്. ഹലോ, ഫ്ലൈറ്റ് വന്നു. ബൈ. ഹോൺ അടിക്കുന്ന ഫ്ലൈറ്റോ?
എണീറ്റോ മോർണിംഗ്? അവള് പോയോ? എപ്പോഴേ? എടി ഇന്ന് എന്താ ഡേറ്റ്? സെപ്റ്റംബർ 7th അല്ലേ? അപ്പൊ ഇന്നല്ലല്ലോ. ബേബി